നമസ്കാരം. സ്പിരിച്വൽ अनाटमी സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. സ്പിരിച്വൽ अनाटमी സെഷൻ में आप सबका स्वागत है. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വായു ചക്രമാണ്, അതായത് ഹൃദയമണ്ഡലത്തിൻ്റെ അവസാനത്തെ ചക്രം. अब हम वायु चक्र के बारे में डिस्कस कर रहे हैं. जो हृदय मंडल का आखिरी जो चक्र है, वायु चक्रम സ്ഥിതി ചെയ്യുന്നത് കഴുത്തിൻ്റെ लोअर പാർട്ടിലാണ്. ये गर्दन के नीचे भाग में है वायु चक्र का പൊസിഷൻ. നമ്മൾ തേർഡ് പോയിൻ്റ് ഫോർത്ത് പോയിൻ്റ് എന്നും രണ്ട് വരകൾ വരച്ചിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് വായു ചക്രം. अगर हम थर्ड पॉइंट से और फोर्थ पॉइंट से दो लाइन ड्रॉ करके एक ट्रायंगल बनाते हैं तो वो वायु चक्र में जॉइन होता है. വായു ചക്രത്തിൻ്റെ പ്രധാനപ്പെട്ട എലിമെൻറ്റ് വായുവാണ്. ഫിഫ്ത്ത് പോയിൻ്റ്. അപ്പോൾ മറ്റുള്ള ചക്രങ്ങൾ പോലെ തന്നെ വായു ചക്രത്തിൽ മറ്റുള്ള എലിമെൻസും ഉൾപ്പെടുന്നു. वायु चक्र का मुख्य एलिमेंट है एयर या वायु. उसमें दो बाकी चारों एलिमेंट्स भी सम्मिलित है. അപ്പോൾ വായു ചക്രത്തിന് ഒരു ക്ലോക്കായിട്ട് എടുക്കുകയാണെങ്കിൽ 12 പൊസിഷനിൽ എർത്ത്, 3 പൊസിഷനിൽ ആത്മ, 6 പൊസിഷനിൽ ഫയർ, 9 പൊസിഷനിൽ वाटर. अगर हम वायु चक्र को क्लॉक के हिसाब से जानते हैं तो उसके 12 पोजिशन में जो अर्थ पॉइंट है, अर्थ एलिमेंट है, उसके 3 पोजिशन में है आत्मा ईथर एलिमेंट, 6 पोजिशन में फायर एलिमेंट और 9 पोजिशन में है वाटर एलिमेंट. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ടർ എലിമെൻറ്റ്. അതും വായു ചക്രവും തമ്മിലുള്ള എന്താണ് അത് തമ്മിലുള്ള रिलेशन. अब हम डिस्कस करने वाले हैं वायु चक्र में जल का प्राधान्य क्या, इम्पोर्टेंस क्या है, उसमें कैसे हार्मणी ला सकते हैं. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, ഈ ഹൃദയമണ്ഡലത്തിലൂടെ യാത്ര നടത്തുമ്പോൾ എല്ലാ എലിമെൻസിനെയും പൂർണ്ണ ജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഓരോ ചക്രങ്ങളും അൺവൈൻഡ് ചെയ്ത് യഥാർത്ഥ ആ സ്വഭാവം അത് മാനിഫെസ്റ്റ് ചെയ്യണം. जब हम स्पिरिचुअल यात्रा करते हैं तब हर एक चक्र का जो एलिमेंट्स है वो पूरी तरह अनवाइंड होके उसका ज्ञान हमारे अंदर आना चाहिए, उसको हमारा क्वालिटी बनाना चाहिए. നമ്മളതിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വരണം. അപ്പോൾ ഓരോ എലിമെൻറ്റിൻ്റെയും ക്വാളിറ്റീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എർത്ത് എലിമെൻറ്റിൻ്റെ क्वालिटी कंटेनमेंट, ആഗ്രഹമില്ലാത്ത അവസ്ഥ. എർത്ത് എലിമെൻറ്റ് का जो क्वालिटी है कंटेनमेंट. സെക്കൻഡ് പോയിൻ്റ് ആത്മാ പോയിൻ്റ് കാംനെസ്, ശാന്തി. തേർഡ് പോയിൻ്റ് ഫയർ എലിമെൻ്റ് പാഷൻ, സ്നേഹം. അതുപോലെ തന്നെ ഫോർത്ത് പോയിൻ്റ് ധൈര്യം, ഫിയർലെസ്നെസ്. ഇതിൻ്റെ ഫിഫ്ത്ത് പോയിൻ്റ് ക്ലാരിറ്റി ഓഫ് മൈൻഡ്, വിവേകബോധം. ഫിഫ്ത്ത് പോയിൻ്റ് കാ ക്വാളിറ്റി ഹേ വിവേക്. അപ്പോൾ നമ്മൾ വിവേകത്തിലേക്ക് ഉയരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ആത്മീയ യാത്ര നടത്തുമ്പോൾ നിത്യവും അനിത്യവും തമ്മിലുള്ള ആ വേർതിരിവ് തിരിച്ചറിയണം. എന്നിട്ട് നിത്യതയിലേക്കുള്ള യാത്ര നടത്തണം. नित्य और अनित्य के बीच में जो डिफरेंस है उसके बारे में हमको अंदर से ख्याल होता है और हमारी यात्रा नित्य मास्टर की तरफ ऐसे डायरेक्शन बढ़ता ही रहता है. ഈ ഹൃദയമണ്ഡലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശരിയായിട്ടുള്ള ലവും ഡിവോഷനും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്ന് മാസ്റ്റേഴ്സ് പറയുന്നത്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ ക്രേവിങ്. जब हम हृदय मंडल से यात्रा करते हैं तब सच्चा जो लक्ष्य है मास्टर के जैसे बनना, वो हमारे अंदर वो भक्ति डेवलप होना चाहिए. അപ്പോൾ ഹൃദയമണ്ഡലത്തിലെ യാത്ര കഴിയുമ്പോൾ നമ്മളിൽ വരേണ്ട ക്വാളിറ്റിയാണ് ഭക്തി, മാസ്റ്ററോടുള്ള ഭക്തി. हमारे अंदर जो ദ്വന്ദ്വ है, നമ്മുടെ ഉള്ളിലുള്ള ദ്വന്ദ്വങ്ങൾ, ആദ്യം ഇഷ്ടാനിഷ്ടങ്ങൾ, പിന്നെ കാംനെസ്സും അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള റെസ്റ്റ്ലെസ്നെസ്സും, ആങ്കർ, ദേഷ്യവും പാഷനും, തേർഡ് പോയിൻ്റ് ക്വാളിറ്റീസ്. ഫോർത്ത് പോയിൻ്റ് കാലിൽ ധൈര്യവും ഫിയർലെസ്നെസ്സും. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ യഥാർത്ഥത്തിലുള്ള ആ നിത്യതയിലേക്ക് യാത്ര ചെയ്യണം. हमारे जो एक एक पॉइंट से ट्रैवल करते हैं तो दोनों ऑपोजिट हमको पता चलता है और दोनों ऑपोजिट के बीच में से हमको जाना चाहिए. ऐसा नहीं कि हमको ज़्यादा इस तरफ जाना है या ज़्यादा इस तरफ जाना है. നമ്മൾ രണ്ട് സൈഡിലേക്ക് അധികം പോകാൻ പാടില്ല. ഒരു ഉദാഹരണത്തിന് ഫോർത്ത് പോയിൻ്റ് എത്തുമ്പോൾ ധൈര്യവും അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഭയവും, ഇത് ഓപ്പോസിറ്റ്സാണ്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു കറേജ്
അത് നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടും जब हम फोर्थ पॉइंट में पहुँचते हैं हमारे अंदर इतना करेज होता है എന്താണ് കറേജ് എന്താണ് ധൈര്യം നമ്മളെ ഗൈഡ് ചെയ്യുന്നത് മാസ്റ്ററാണ് എന്നുള്ള ബോധം വരുന്നു जब हमारे अंदर करेज होता है धैर्य होता है कि मास्टर मुझे ഗൈഡ് करता है അപ്പോൾ ഗൈഡൻസിൻ്റെ ഫീലിംഗ് ഉണ്ടാവുന്നത് ഫോർത്ത് പോയിന്റ് തൊട്ടാണ് ഉള്ളിലേക്കുള്ള ആ ഗൈഡൻസ് നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഫീഡ്ബാക്കിന് ഉള്ളിലേക്ക് നോക്കും हम जो काम करते हैं हमारे अंदर हम जानते हैं ये ठीक है कि गलत है പുറത്തല്ല നോക്കുന്നത് സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ശരിയാണോ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കിയിട്ടാണ് ഇവിടെ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ സംതൃപ്തി എൻ്റെ മനസ്സ് മാസ്റ്ററിലേക്ക് വരികയാണോ എന്നുള്ള ആ ഒരു ബോധം അതാണ് എനിക്ക് ഗൈഡൻസ് നൽകുന്നത് അപ്പോൾ ദാജി പറയുന്നത് ഒരു കാര്യം ശരിയാണ് എന്നെങ്ങനെയാണ് മനസ്സിലാവുന്നത് ഹൃദയത്തിൽ ചലനങ്ങളുണ്ടാവില്ല जब हम एक काम ठीक करते हैं मेरा आत्मीय यात्रा सच्ची दिशा में हो रहा है तब हमारे अंदर हृदय में വൈബ്രേഷൻസ് नहीं होता है ശാന്തി होती है സ്വാമി വിവേകാനന്ദ പറയുന്നത് ഒരു കാര്യം ശരിയാണ് എന്ന് മനസ്സിലാവുന്ന എങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവും अगर आप सच बोल कर रहे हैं सत्य के रास्ते में चलते हैं तो हमारे अंदर धैर्य उत्पन्न होता है यही स्वामी विवेकानंद बोलते हैं और जब हम गलत करते हैं गलत माने जब हम इंद्रिय तल की तरफ जाते हैं നമ്മൾ ഇന്ദ്രിയങ്ങളുടെ തലത്തേക്ക് പോകുന്നു അതിനെയാണ് നമ്മൾ സിൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ലാലാജി മഹാരാജ് നിരന്തര സത്യത്തിൽ ട്രൂത്ത് എറ്റേണൽ പറയുന്നത് എന്താ പറഞ്ഞാൽ പാപം എന്ന് പറയുന്ന ഇന്ദ്രിയങ്ങളുടെ തലത്തിലേക്ക് പോവുക അപ്പോൾ അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ധൈര്യക്കുറവുണ്ടാവും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ നമുക്ക് ആൾക്കാരെ നോക്കാനൊരു ധൈര്യം തല ഉയർത്തി നിൽക്കാനൊരു ഭയം ഉണ്ടാവും നമുക്ക് ഒളിഞ്ഞു നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ തോന്നും കാരണം സെൽഫിഷാണ് എല്ലാവരും ഉൾക്കൊള്ളുന്നതല്ല जब हम स्वार्थ से काम करते हैं इसका मतलब है हम इंद्रिय दल की तरफ मूव होता है तब हमारे अंदर सेल्फिशनेस है हम ऐसे अंदर एक फियर होता है ഒരു പേടി ഉണ്ടാവുന്നുള്ളൊരു എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണെങ്കിൽ സ്നേഹത്തിൻ്റെ വഴിയിൽ ഭയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത് പെർഫെക്റ്റ് ലവ് കാസ്റ്റത്ത് ഫിയർ जब हम यथार्थ प्रेम की तरफ यात्रा करते हैं तो हमारे भय नहीं होना चाहिए हमारा फस्ट संस्कार भय है നമ്മുടെ ആദ്യത്തെ സംസ്കാരം ഭയമാണ് ഈഗോ ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഭയമുണ്ടായി എന്നാണ് ലാലാജി മഹാരാജ് പറയുന്നത് ആ ഭയം മാറ്റാനായിട്ട് ഒരൊറ്റ വഴിയുള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം എന്നാണ് നിരന്തര സത്യത്തിൽ പറയുന്നത് അപ്പോൾ അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഭയമില്ലാത്ത അവസ്ഥ എങ്ങനെയാണ് വരുന്നത് നമ്മൾക്ക് മാസ്റ്റർ ട്രാൻസ്മിഷനിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ യഥാർത്ഥ ഉണ്മയെ തിരിച്ചറിയണം हमारे अंदर भय कैसे जाता है जब हम मास्टर जो ट्रांसमिशन देते हैं उस एसेंस की तरफ हम देखते हैं तो हमको पता चलता है कि मैं क्या हूँ നമ്മുടെ ശരിക്കുള്ള ഉമ്മ मैं सच्ची में क्या हूँ ये मुझको पता चलता है हमारे अंदर भय निकल जाता है അപ്പോൾ റെഗുലറായിട്ടുള്ള സാധന ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകേണ്ട ഒരു കാര്യമാണ് ഭയം जब हम साधना रेगुलरली करते हैं तो हमारे अंदर भय कम होता ही जाता है നമ്മുടെ ഉള്ളിൽ മരണഭയം അതാണ് ഭയത്തിൻ്റെ അടിസ്ഥാനം ഞാനില്ലാതെയാവും അതാണ് മരണഭയത്തിൻ്റെ അടിസ്ഥാനം അഹംബോധം ഇല്ലാതെയാവുന്നൊരു തോന്നൽ അത് ക്രമേണ ഇല്ലാണ്ടാവുന്നു അതുകൊണ്ടാണ് സ്നേഹത്തിൻ്റെ വഴി നമുക്ക് ഭയം ഇല്ലാത്തൊരു അഭയത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് അപ്പോൾ ഈ ഗൈഡൻസ് ഈ കറേജ് ജലചക്രത്തിലുള്ള ഈ കറേജ് നമ്മുടെ ഉള്ളിൽ ക്ലാരിറ്റി കൊണ്ടുവരുന്നു അതാണ് ഫിഫ്ത്ത് പോയിൻ്റ് ക്വാളിറ്റി അപ്പോൾ നമ്മൾ ഓരോ ചക്രങ്ങളും കടന്നു വന്നിട്ട് അതിൻ്റെ ക്വാളിറ്റീസ് വരുമ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള ദിശയിലാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരും जब हम चारों चक्रों से नॉलेज पूरा ज्ञान लेके जब यात्रा करते हैं और फिफ्थ पॉइंट की तरफ बढ़ते हैं तब हमारे अंदर जो करेज है वो डेवलप होता है कि मैं सच्ची दिशा में जाता हूँ അതിനൊപ്പം തന്നെ വിനയമുണ്ട് വാട്ടർ പോയിൻ്റ് ഓപ്പോസിറ്റ് ക്വാളിറ്റിയാണ് വിനയം ഓപ്പോസിറ്റ് അല്ല അതിൻ്റെ അഡീഷണൽ ക്വാളിറ്റി जलचक्र का दूसरा क्वालिटी है विनय ह्यूमिलिटी एक सागर की एक बूंद के से हम उसका उपमा कर सकते हैं കടലിൻ്റെ ഒരു തുള്ളി വെള്ളമായിട്ട് നമുക്കതിനെ ഉപമിക്കാം ഒരു തുള്ളി വെള്ളത്തിന് വിനയുണ്ട് ഞാനൊരു തുള്ളി മാത്രമാണ് എന്നുള്ളൊരു വിനയം പക്ഷേ ധൈര്യമുണ്ട് എന്താണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ കടലുണ്ട് ഞാൻ വീണാലും കടലിലേക്ക് വീഴും एक बूंद पानी में इतना धैर्य है कि वो मैं गिराता हूँ मैं सागर में ही गिरूँगा विनय है कि मैं एक बूंद ही हूँ പക്ഷേ എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യും ഞാൻ എന്നാൽ പറ്റുന്നത് സത്യസന്ധമായിട്ട് ചെയ്യും ആ ധൈര്യം എൻ്റെ ഉള്ളിൽ മാസ്റ്റർ പ്രവർത്തിക്കുന്ന ധൈര്യം हमारे अंदर इतना ट्रूथफुलनेस होता है कि मेरे अंदर से मास्टर काम कर रहे हैं मैं जो काम करता हूँ उनका काम कर रहे हैं इसलिए उनका काम कभी ऐसे फेल नहीं होगा मास्टर
പ്രവൃത്തി ഒരിക്കലും ഫെയിൽ ചെയ്യില്ല, എപ്പോഴും അത് വിജയിക്കുകയുള്ളൂ എന്നുള്ള ധൈര്യം നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ സത്യസന്ധത എന്നുള്ളത് നമ്മുടെ ഒരു ക്വാളിറ്റി ആയിട്ട് മാറുന്നു. हमारे अंदर ट्रूथफुलनेस हमारा क्वालिटी बन जाता है. അപ്പോൾ നമ്മുടെ ഈ കറേജ് അത് നമുക്ക് ക്ലാരിറ്റി കൊണ്ടുവരുമ്പോൾ ഈ കറേജ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നു. जब हमारे अंदर ये धैर्य आता है, करेज आता है, तब ये जब हमारी ज़रूरत पड़ती है वो प्रकट होता है. നമ്മൾ വാട്ടർ പോയിൻറ്റിൻ്റെ നോളജ് എത്തുമ്പോൾ അതിനുശേഷം നമ്മൾ 5th പോയിൻറ്റിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ കംപ്ലീഷൻ വരുമ്പോൾ നമ്മുടെ അടുത്തൊരാൾ വരുമ്പോൾ അയാൾക്ക് ആത്മധൈര്യം ഫീൽ ചെയ്യും. जब एक आदमी हृदय मंडल की यात्रा पूर्ति करता है, पूरा करता है, ये वाटर पॉइंट के से 5th पॉइंट तक यात्रा करता है और पूरा क्लैरिटी होता है, तो उसके सामने एक आदमी आता है, उसको करेज होता है, ധൈര്യം കിട്ടുന്നു. അപ്പോൾ ധൈര്യം എന്ന് പറഞ്ഞാൽ ഒരു കുളിർമ തരുന്നു. വെള്ളത്തിൻ്റെ ക്വാളിറ്റി വേറെയാണ്, ഫ്രഷ്നെസ്. നമ്മൾ മാസ്റ്റർ എടുത്ത് ഇരിക്കുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാവും, ഒരു ശാന്തത, ഒരു ഉള്ളിലൊരു തണുപ്പ്. എത്ര വിഷമം വന്നു വന്നാലും അവിടെ എത്തുമ്പോൾ ഒരു സമാധാനം, ധൈര്യവും നമുക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് എൻകറേജ്മെൻറ്റ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലുള്ളത്. എൻകറേജ്മെൻറ്റിന് കറേജ് കൊടുക്കുക. കറേജ് കൊടുക്കുന്നത് എപ്പോഴാണ്? ഉള്ളിൽ ധൈര്യമുള്ളപ്പോൾ. എൻകറേജ്മെൻറ്റ് इंग्लिश में एक शब्द है, हम एनकरेज कर सकते हैं, प्रोत्साहन कब दे सकते हैं, जब हमारे अंदर धैर्य. അപ്പോൾ ആ ധൈര്യം നമ്മുടെ ഉള്ളിൽ വരുന്നു. എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന മാസ്റ്ററാണെന്നുള്ളൊരു ധൈര്യം എൻ്റെ ഉള്ളിൽ വരുന്നു. അതേസമയം തന്നെ താഴേക്ക് പതിയാതിരിക്കാൻ എൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഓപ്പോസിറ്റ് ക്വാളിറ്റിയുടെ ഭയം എന്നെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. मेरे अंदर धैर्य है, पर मेरे अंदर वो जो भय का जो क्वालिटी है वो अच्छी तरह पॉजिटिव तरफ मुझे सहायता करता है कि क्योंकि मैं नीचे नहीं गिरूँगा. നമ്മുടെ ഉള്ളിലൊരു ഭയം എപ്പോഴും കറക്റ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ശരിയാക്കാൻ നമ്മളെ അത് സഹായിക്കുന്നു. അതുകൊണ്ടാണ് സഹജമാർഗത്തിലെല്ലാം നടുവിലൂടെ പോകണം, മോഡറേഷനിൽ പോകണം എന്ന് പറഞ്ഞാൽ. ഒരു സൈഡിലേക്ക് അധികം പോകാൻ പാടില്ല. അപ്പോൾ ഈ ആത്മധൈര്യം, കറേജും ക്ലാരിറ്റി ഓഫ് മൈൻഡും കൂടി യോജിച്ചിട്ട് നമ്മൾ വിവേകബോധം വരുമ്പോൾ നിത്യമായിട്ടുള്ള മാസ്റ്ററിലേക്ക്, നിത്യതയുള്ള മാസ്റ്റർ എന്നുള്ള ഉണ്മയിലേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ ആരംഭിക്കുകയാണ്. मेरे हृदय मंडल की यात्रा जब कंप्लीट होता है, पूरा विवेक बोध होता है, ये मुझे कभी भी नीचे नहीं गिरूँगा अभी. അപ്പോൾ നമ്മളത് ശരിക്കും നോളജ് ട്രാൻസ്മിറ്റ് താഴേക്ക് വിടില്ല. നമ്മൾ കുറേ മായയുടെ വലയത്തിൽ നിന്ന് നമ്മൾ ഒരു തലം വരെ ഉയരുകയാണ്. കാരണം നമ്മൾ ഇവിടുന്ന് മനോമണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ പോകണം. हम इधर से मनोमंडल की तरफ प्रवेश करते हैं. सहज मार्ग में 5th पॉइंट में हमारा ज़्यादा मास्टर हमको ऐसे टिकाते नहीं है. സഹജമാർഗത്തിൽ 5ാമത്തെ പോയിൻ്റ് നമ്മൾ കുറേ കാലം നിർത്തില്ല. 5ാമത്തെ പോയിൻറ്റും 6ാമത്തെ പോയിൻറ്റും മറികടന്ന് നേരെ 7ാമത്തെ പോയിൻറ്റ് ബ്രഹ്മാണ്ഡ മണ്ഡലിലേക്കാണ് മാസ്റ്റർ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. കാരണം ഈ 2 പോയിൻറ്റും ട്രാൻസിഷൻ പോയിൻറ്റ്സ് ആണ് എന്നാണ് മാസ്റ്റേഴ്സ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 5th പോയിൻറ്റ് നമ്മൾ ഡയറക്റ്റായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നില്ല. അതിൻ്റെ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് 1st പോയിൻറ്റിൽ, എന്നാൽ നമ്മുടെ ശ്രദ്ധ 5th പോയിൻറ്റിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് ഈ വായുചക്രത്തിൽ, അതായത് വിവേകബോധം അതിൻ്റെ ക്വാളിറ്റിയുടെ വായുചക്രവും അതിൻ്റെ വാട്ടർ എലിമെൻറ്റിൻ്റെ ക്വാളിറ്റി, അതായത് കറേജും അത് തമ്മിലുള്ള ഒരു ഹാർമണി ആണ് നമ്മൾ ഇന്ന് മെഡിറ്റേഷന് ചെയ്യാൻ നമ്മൾ ഇന്നത്തെ സെഷൻ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് പ്രാക്ടിക്കലായുള്ള സെഷനിലേക്ക് കിടക്കാം. ശാന്തമായിരിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. हृदय में स्थित दिव्य प्रकाश का स्रोत मन को आकर्षित करते हुए महसूस कीजिए. നമ്മൾ 1st പോയിൻ്റിലാണ് ധ്യാനം എപ്പോഴും ആരംഭിക്കുന്നത്. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. आद्यम 5th पॉइंट क्लीनिंग ആണ്. पहले हम 5th पॉइंट की सफाई करेंगे. 5th पॉइंट सेंटरिൽ एयर एलिमेंट ആണ്. 5th पॉइंट के सेंटर में एयर एलिमेंट है. അവിടെ ക്ലീനിങ് നടക്കുന്നതായി അനുഭവിക്കും.
उधर सफाई होते हुए महसूस कीजिए। ഇനി ശ്രദ്ധ ഫസ്റ്റ് പോയിന്റിലേക്ക് കൊണ്ടുവരൂ. ഫസ്റ്റ് പോയിന്റിൽ 9 o'clock പൊസിഷനിലാണ് എയർ എലിമെൻറ്റ്. ഫസ്റ്റ് പോയിന്റ് മുതൽ ചെസ്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ലോവർ പാർട്ട്, അവിടെ 9 o'clock പൊസിഷനിൽ എയർ എലിമെൻ്റാണ്. അവിടെ ക്ലീനിങ് നടക്കുന്നതായി അനുഭവിക്കൂ. ഉദർ സഫായി ഹോത്തെ മെഹസൂസ് കീജിയെ. ഇനി സെക്കൻഡ് പോയിന്റിലേക്ക് വരൂ. സെക്കൻഡ് പോയിന്റ് 6 o'clock പൊസിഷനിലാണ് എയർ എലിമെൻറ്റ്. സെക്കൻഡ് പോയിന്റ് ആത്മാ പോയിൻ്റാണ്. അവിടെ 6 o'clock പൊസിഷനിലാണ് എയർ എലിമെൻറ്റ്. സെക്കൻഡ് പോയിന്റ് ആത്മാ പോയിൻ്റ് ഉദർ 6 o'clock പൊസിഷൻ മേ ഹെ എയർ എലിമെൻറ്റ്. അവിടെ ക്ലീനിങ് നടക്കുന്നതായി അനുഭവിക്കും. ഉദർ സഫായി ഹോത്തെ മെഹസൂസ് കീജിയെ. ഇനി പതുക്കെ ശ്രദ്ധ തേർഡ് പോയിന്റിലേക്ക് വരൂ. തേർഡ് പോയിന്റ് ലെഫ്റ്റ് സൈഡ് ഓഫ് ചെസ്റ്റ് അപ്പർ പാർട്ട്. തേർഡ് പോയിന്റിൽ 3 o'clock പൊസിഷനിലാണ് എയർ എലിമെൻറ്റ്. തേർഡ് പോയിന്റ് जो अग्नि चक्र है उधर 3 o'clock പൊസിഷൻ में വായു എലിമെൻറ്റ്. ഉദർ സഫായി ഹോ രഹി ഹെ. അവിടെ ക്ലീനിങ് നടക്കുന്നതായി അനുഭവിക്കും. एलिमेंट एयर एलिमेंट उधर 12 o'clock पोजिशन में है एयर एलिमेंट. उधर सफाई हो रही है. ഇപ്പോൾ വായുചക്രത്തിൻ്റെ ശുദ്ധീകരണം കഴിഞ്ഞു. തിരിച്ച് ഫസ്റ്റ് പോയിന്റിലേക്ക് വരൂ. फर्स्ट पॉइंट में वापस आइए. श्रद्धा फिफ्थ पॉइंट കൊടുക്കണം. अपनी श्रद्धा फिफ्थ पॉइंट की तरफ लाइए. फिफ्थ पॉइंट वायु चक्र. उधर वाटर एलिमेंट 9 o'clock പൊസിഷൻ में. അവിടെ വാട്ടർ എലിമെൻറ്റ് 9 o'clock പൊസിഷനിലാണ്. അപ്പോൾ എയർ പോയിൻറ്റിൻ്റെ ഡിസ്ക്രിമിനേഷൻട്രി പവർ, വിവേകബോധവും വാട്ടർ എലിമെൻറ്റിൻ്റെ ധൈര്യം, ഭയമില്ലാത്ത അവസ്ഥ, ഇത് രണ്ടും ഹാർമണൈസ് ചെയ്യാണ് എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ ധ്യാനം ആരംഭിക്കും. फिफ्थ पॉइंट का जो विवेक बोध है और फोर्थ एलिमेंट, फोर्थ पॉइंट का जो जल चक्र है, जल वाटर एलिमेंट है, उसमें रिलेशन हार्मोनाइज हो रहा है. इस संकल्प में ध्यान आरंभ कीजिए. Please start meditation. ഓക്കെ. മാസ്റ്ററുടെ അനുഗ്രഹത്താൽ ഇന്ന് ലഭിച്ചിട്ടുള്ള ക്വാളിറ്റീസ് മാസ്റ്ററുടെ സേവനത്തിന് തന്നെയായി ഉപയോഗിക്കപ്പെടും എന്ന് സങ്കല്പിച്ച് പതുക്കെ കണ്ണുകൾ തുറക്കൂ. मास्टर की ही सेवा में उपयुक्त होगा, ये संकल्प लेते हुए धीमे से आँख खोलिए.